അരക്കപ്പ് പാലിൽ ഗോതമ്പ് പൊടി കുഴച്ചെടുത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ടാണ് പാലെടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഈ ഒരു പാലിൽ നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കാം. ചൂട് പാലെടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു പഞ്ചസാര ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ദാ ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ ഒരല്പം വലിയ ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. റേഷൻ ഗോതമ്പ് പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഉപയോഗിച്ചാൽ മതിയാകും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ ഞാനിവിടെ നല്ല നേർത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരല്പം തടിപ്പുള്ള റവയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഉപയോഗിച്ചാൽ മതിയാകും. റവ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഈ ഒരു പലഹാരം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഡ്രൈ ആയിട്ടുള്ള തേങ്ങയുടെ പൊടിയാണ്. ഇത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒന്ന് ചൂടാറി വന്നതിന് ശേഷം പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതിലേക്ക് ഇനി 1.5 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്ത എള്ളിന് പകരം നിങ്ങൾക്ക് കറുത്ത എള്ളും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു മധുരമൊക്കെ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നെയ്യ് കൂടെ ചേർക്കുമ്പോൾ ഈ ഒരു പലഹാരം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഞാനിവിടെ കുറച്ച് ഡ്രൈ നട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് ബദാമും 1/4 കപ്പ് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരല്പം തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഡ്രൈ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ. രുചി ഒന്നും കൂടെ കൂടും. അപ്പോൾ ഇതാ എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഞാനിപ്പോൾ ഇവിടെ കൈ ഉപയോഗിച്ച് ആദ്യം നല്ല പോലെ തന്നെ ഞെരടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാല് പഞ്ചസാര മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കുക. പഞ്ചസാര ചിലപ്പോൾ അടിയിൽ കുറച്ച് ഊറിക്കൂടി നിൽക്കുന്നുണ്ടാകും. അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം കുറച്ച് കുറച്ചായി ഒഴിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ പാലിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എന്താ ഇവിടെ മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. ആദ്യം കുഴച്ചെടുത്ത് വരുമ്പോൾ ഒരല്പം കയ്യിൽ പറ്റുന്ന രീതിക്കായിരിക്കും ഉണ്ടാകുക. ഇതിന് നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കും. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് പാകത്തിന് റെഡിയായി കിട്ടും. ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഇവിടെ കുഴച്ചെടുത്ത് വന്നപ്പോൾ ഉള്ളത്. ഇതിന് നമ്മൾ റെസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും പാകത്തിനായി കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു രീതിക്ക് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടെ ഹാർഡായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഒരുപാട് സോഫ്റ്റ് ആയിട്ടല്ല, ഒരു സെമി സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൂട്ട് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വരും. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ കൂട്ട് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിലൊരല്പം വലിയ ഉരുളിയാക്കിയിട്ട് നമുക്ക് എടുക്കാം. കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ചപ്പാത്തി പലകയിൽ വെച്ച് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരല്പം കനത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നേർത്തിട്ടല്ല ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതാ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിലോട്ടേക്ക് ആക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്കാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് കനം കുറക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരുപാട് കനം കൂട്ടിയിട്ടും അല്ല ചെയ്യേണ്ടത്. ഈ ഒരു കനത്തിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം.
ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ മീഡിയം ചൂടായതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അനക്കാതെ അതുപോലെ തന്നെ വെക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ മാറി വന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ രണ്ട് ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്കിത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എയർ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് എണ്ണയിൽ നിന്ന് എടുത്തപാട് ഒരല്പം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. പക്ഷേ ഇത് നല്ലപോലെ ചൂടാറി വരുമ്പോൾ നല്ല ഹാർഡായിട്ട് വരും. നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ബിസ്ക്കറ്റാണ്. അപ്പോൾ അതാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഗോതമ്പ് പൊടിയും പാലും ഉപയോഗിച്ചിട്ടുള്ള നമ്മളുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെച്ചിട്ട് വേണം നമ്മളിത് സ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 1 മാസത്തോളം കേടാകാതെ നമുക്കിത് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.